ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്നവര് SLC +2 ഒക്കെ കഴിഞ്ഞ് സ്കോളർഷിപ്പിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കാൻ മക്കളെ. കാരണം ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഓരോന്നും ഇങ്ങനെ തപ്പി പിടിച്ച്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് അപ്ഡേറ്റുകൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടായില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പ്രതിവർഷം ഓരോ അക്കാദമിക് ഇയറും കേരളത്തിലെ ഏകദേശം 1000-ഉം 2000-ഉം സ്റ്റുഡൻസിന് ലഭ്യമാകുന്ന ഈ ഓരോ സ്കോളർഷിപ്പുകളും ഡെഡ് ലൈനും അതിന്റെ ആപ്ലിക്കേഷൻ ലിങ്കും ബാക്കി ക്രൈറ്റീരിയസും ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, സാർ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇനി അങ്ങോട്ടും വരുന്ന സ്കോളർഷിപ്പുകൾക്ക് ഡേറ്റ് നോക്കി നിങ്ങളുടെ ക്രൈറ്റീരിയസ് നോക്കി അപ്ലൈ ചെയ്യുക. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എലിജിബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, പഠിക്കാൻ നല്ല കഴിവുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് കൈത്താങ്ങാകുന്നുണ്ട്. അതിന് പറ്റിയ കമ്മ്യൂണിറ്റിയാണ് ഞാൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഗൈസ്, മറക്കണ്ട ലൈക്ക് ചെയ്യാൻ. ഓക്കെ, കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഡോക്ടർ രവി പിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ആണ്. കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താലേ അവിടെ ഒരു ലിങ്ക് ഉണ്ട്, അപ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് അതിലേക്ക് പോയാൽ ഒരു ക്ലാരിറ്റിയും കിട്ടും. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഇതൊരു പ്രൈവറ്റ് സ്കോളർഷിപ്പാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് സ്കോളർഷിപ്പ് ചെറിയ തുകയൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ പ്രശ്നമല്ല, നിങ്ങൾക്ക് ഇതിനും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും കിട്ടുന്നത്, അതായത് ഇതിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രവി പിള്ള ഫൗണ്ടേഷൻ ആൻഡ് നോർക്ക റൂട്ട്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോർക്ക. അപ്പോൾ ഇത് ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്? ഹയർ സെക്കൻഡറി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. സ്റ്റേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു CBSE, സ്റ്റേറ്റ്, ICSE അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം. പക്ഷേ മാർക്കിൽ അവർ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിന്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ സെലക്ഷൻ. അതൊരു മെറിറ്റ് ആണ്. അതുപോലെ ഇൻകം ക്രൈറ്റീരിയ എടുക്കുകയാണെങ്കിൽ 2.5 ലാഖിന് കൂടുതൽ ആനുവൽ ഇൻകം വരാൻ പാടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപ ഒറ്റത്തവണ ഡെപ്പോസിറ്റ് ആണ്. ഇനി +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി പോസ്റ്റിന് വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റ് 1 ലക്ഷം രൂപയാണ്. അത് 200 സ്റ്റുഡൻസിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ മറ്റേതാണെങ്കിൽ 1100 സ്റ്റുഡൻസിനെയാണ് തിരഞ്ഞെടുക്കുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അതും ബേസ്ഡ് ഓൺ +2 മാർക്കാണ്. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് നിങ്ങൾ PG എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 200 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. 1,25,000 രൂപ ബേസ്ഡ് ഓൺ ഡിഗ്രി ലാസ്റ്റ് സെമസ്റ്റർ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. മക്കളെ, ജസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഡിഗ്രി കഴിഞ്ഞ് നിങ്ങളുടെ ചേട്ടന്മാർക്കോ ചേച്ചിമാർക്കോ ചെയ്യാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് ചെയ്യാം, SLC കഴിഞ്ഞവർക്ക് ചെയ്യാം, നിങ്ങളുടെ അധ്യാപകർക്കും ക്ലാസ് ഗ്രൂപ്പ്സിൽ ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ബാക്കി ക്രൈറ്റീരിയ എന്താണ്? നിങ്ങൾ കേരളത്തിൽ ജനിച്ചിരിക്കണം എന്നുള്ളതാണ്. കേരള സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് സ്കോളർഷിപ്പ് ആണ്. ദെൻ നിങ്ങളുടെ ആനുവൽ ഇൻകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2.5 ലാഖിനകത്തായിരിക്കണം. ദെൻ ഹയർ സെക്കൻഡറി സ്കോളർഷിപ്പിലാണെങ്കിൽ കറന്റ് ഇപ്പോൾ +1 പഠിച്ചിരിക്കണം. ഓക്കെ. ദെൻ ഡിഗ്രി സ്കോളർഷിപ്പ് ആണെങ്കിൽ കറന്റ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ UG പഠിച്ചിരിക്കണം. തേർഡ് ഇയർ PG ആണെങ്കിൽ സെക്കൻഡ് ഇയർ PG ഓൺലി. സെക്കൻഡ് ഇയർ PG ഉള്ളി. ദെൻ ജനറൽ എലിജിബിലിറ്റി എന്താണ്? നിങ്ങൾ പഠിക്കുന്നത് നല്ലൊരു കോളേജിലും അതുപോലെ പ്രൈവറ്റ് സ്കൂൾസിൽ എല്ലാവർക്കും അപേക്ഷിക്കാം. എല്ലാവർക്കും കേരളത്തിൽ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ വേറെന്താ, ഒരു തവണയാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത്. ദെൻ ഒരു കുടുംബത്തിൽ മാക്സിമം 2 കുട്ടികൾക്ക് വരെ കിട്ടുകയും ചെയ്യും. സോ അത് വലിയൊരു ഫാക്ടറാണ്. ദെൻ വേറെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ആ ലിങ്കിൽ തന്നെയുണ്ട്. ഡോക്യുമെന്റ്സ്, പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുള്ളത് ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ദെൻ കാറ്റഗറിയും കോട്ടയും NRKയും അതുപോലെ തന്നെ ഡിഫറെന്റ് ലേബിൾഡ് കോട്ടയൊക്കെ കൂടുതൽ റിസർവേഷൻ ഉണ്ട്, അത്രയേ ഉള്ളൂ. ആധാർ കാർഡ് മാൻഡേറ്ററി ആയിരിക്കണം. അതിന്റെ ലിങ്ക് മാർക്ക് ലിസ്റ്റുകൾ കറക്റ്റ് ആയിരിക്കണം. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 30 ആയിരുന്നു. ഇപ്പോഴത് 2024 ഉടൻ തന്നെ വിളിച്ചു തുടങ്ങും. അപ്പോൾ ഇത് സേവ് ചെയ്ത് വെച്ചേക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. സേവ് ചെയ്തു, ഷെയർ ചെയ്തു. ഓൾ ദി ബെസ്റ്റ്.